ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഫൈനലി ഞാൻ കുറേ വട്ടം ടാക്സി ഓടിയിട്ടും കാർഗോയും അങ്ങനെ കുറേ പരിപാടിയൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം കാശുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ കാശ് കൊണ്ട് ഞാൻ സാധനം വാങ്ങിച്ചിട്ട് നമുക്കപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അവിടേക്ക് എത്താറായിട്ടുണ്ട്. ചെറിയ ലാഗിൻ്റെ പ്രശ്നവും ഗ്രാഫിക്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സ് പൊല്യൂഷനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ തൽക്കാലത്തേക്ക് ക്ഷമിക്കുക ഗൈസ്. നമുക്കെല്ലാം റെഡിയാക്കാം ഗൈസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതി. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി കുറേ ടാക്സി ഡ്രൈവൊക്കെ പോയിട്ട് ബിസിനസ് വാങ്ങിച്ചിട്ടുണ്ട്. ബിസിനസ് ഈ ഭാഗത്തായിട്ടാണെന്നാണ് തോന്നുന്നത്. അല്ല, കുറച്ചും കൂടി പോകേണ്ടി വരും. അല്ല ഗൈസ്, ഇവിടെ തന്നെയാണ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെയാണ് ഗൈസ്. ബിസിനസ് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോക്കി ഗൈസ്, കണ്ട ബിസിനസ് ഞാൻ പോയപ്പോൾ തന്നെ എൻ്റെ അമ്മോ 1,00,000 സംതിങ് എന്തായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഓക്കെ, നമുക്കപ്പോൾ 1,00,000 കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പുതിയ കാറ് വാങ്ങാനുള്ള കാശായിട്ടുണ്ട്. അതും പോരാണ് ഞാൻ ഈ ബിസിനസ്സും പിന്നെ ഡോണറ്റിലുള്ള ബിസിനസ്സും രണ്ടിനും കാശ് കിട്ടിയിട്ടാണ് ഞാൻ ഒരു പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഗൈസ് ആ റേറ്റിംഗ് സംഭവമൊക്കെ. 4.3 കുറേ വട്ടം പോയിട്ടുണ്ട്. കുറേ റൈഡ് കുറേ ഐറ്റംസൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് ഈ കാശ് ഉണ്ടാക്കിയത്. പിന്നെ കുറേ ടാസ്കൊക്കെ ചെയ്ത് അങ്ങനെ കുറേ കാശുണ്ടാക്കിയിട്ട് ലാസ്റ്റ് ടൈം ഫൈനലി ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഡ്രീമായ ഹോം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ അപ്പം എനിക്ക് കാശ് ചിലവ് ആവശ്യമില്ല ഗൈസ്. ഇതൊക്കെ നമ്മുടെ സ്വന്തം സർവീസാണ്, സ്വന്തം പെട്രോൾ പമ്പാണ്, സ്വന്തം സ്ഥലമാണ്. എന്തായാലും ഞാൻ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അതാരാന്ന് നിങ്ങൾക്കറിയൂ? നമ്മൾ ഈ നിലയിലാക്കിയ ആൾ വേറെ ആരുമല്ല, മാക്സ് അറിയുമോയെന്നറിയില്ല. മിക്ക ആൾക്കാർക്കും ഫസ്റ്റ് വീഡിയോ കണ്ടിരിക്കുക എല്ലാവർക്കും അറിയാൻ പറ്റും. മാക്സാണ് നമുക്ക് ഈ ഡ്രസ്സ് വാങ്ങാനുള്ള കാശൊക്കെ തന്ന ആൾ. അപ്പോൾ ആൾക്ക് നമുക്ക് ചെറിയ സർപ്രൈസ് വേണം. അതിനാണ്ട് മുന്നേ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ പുതിയ വീടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയ വീടാണ്. 5,00,000 സംതിങ് എന്തോത്തിനാണ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ നല്ല തിരക്കായി ഗൈസ്. ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നന്നായി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ നെയ്ബേഴ്സിൻ്റെ വീടൊക്കെ നോക്കണം ഗൈസ്. ഓക്കെ നമ്മളെന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി മൊത്തം മഞ്ഞ് പിടിച്ചു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നല്ല സ്നോ ഏരിയ ആണ് ഗൈസ്. ഇവിടെയും കാർ സർവീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെയും കാശ് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാർ വാഷ് സെൻറ്ററും കൂടി വേണം. അപ്പം അടിപൊളിയാവും. ഓക്കെ, ഞാൻ ഫസ്റ്റ് വേഷനിലിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാമറ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ചെറിയ ഗ്ലിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു വീട് തന്നെയാണ് ഗൈസ്. ഇവിടെ കുറേ കൺട്രോളർ, ഒരു TV ഗൈസ്. നമുക്കവിടെ പിയാനോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു ചെറിയ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമാണോ ഇത് അറിയില്ല. എൻ്റെ അമ്മ ഗെയിമിംഗ് ചെയർ ഒക്കെ ഇരിക്കണം അവിടെ. ഇത് ഒരു ഐഫോൺ, ഇവിടെ ഒരു ഐഫോൺ. എന്താണിത്? 2 ഐഫോണോ ഇനി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. ഞാൻ കൂടുതൽ കാണിക്കാനുള്ള ഗൈസ്, അത് ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ ചെറിയ ചെറിയ ചേഞ്ചൊക്കെ വരുത്തണം. ഗേറ്റൊക്കെ വെക്കണം. അങ്ങനെ പറഞ്ഞ ചെറിയ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മളിനി ഒരു വലിയ ഗ്യാരേജ് പണിയണം ഗൈസ്. അതാണ് നമ്മുടെ അടുത്ത ഗോള്. 2 ഗോൾ ഇനി ചെയ്യാണ്ട് ഒരു വലിയ ഗ്യാരേജ് പണിതണം ഗൈസ്. ഇതെന്താ? അതൊരു ബെൻസല്ലേ? നോക്കി ഗൈസ്, അധികം കുഴപ്പമില്ലാത്ത സ്ഥിതിയിലാണ് ഈ കാർ ഇരിക്കണേ. നമുക്കെന്തായാലും ആളോട് ചോദിച്ചു നോക്കാം ഈ കാർ ആവശ്യമുള്ളതാണോ എന്ന്. ആളുടെ വല്ല ബാക്ക് സ്റ്റോറിയൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഈ കാർ എടുക്കാം. നമ്മുടെ ബെൻസിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എനിക്ക് അറിയില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ നെയ്ബറിൻ്റെ നെയ്ബറിനൊരു പട ട്രക്കൊക്കെ ഉണ്ട്. റാമാണോ അത് അറിയില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ ഈ ബെൻസ് കണ്ടോ, നമ്മളത് ഇനി പണിതണം ഗൈസ്. എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ ചെയ്യും. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനത് ഓടിച്ചു വന്നത് കട്ട് ചെയ്താണ് ഗൈസ്. കാരണം ഒന്നാമത്തെ കാര്യം വീഡിയോ ലോങ് ആവും. അതും പോരാണ്ട് മൊബൈലിന് കുറേ ഹാങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ കട്ട് ചെയ്തത് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു ഞാൻ വന്ന് പരിചയമായി എന്നാണ് തോന്നുന്നു. എനിക്കിപ്പോൾ സ്ഥലങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു തുടങ്ങി. മഞ്ഞൊക്കെ പോയപ്പോൾ ചെളി പിടിച്ചു എൻ്റെ വണ്ടിയിൽ. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഇവിടെ എത്താറായി. ഓക്കെ, ലാഗ് വന്ന്. ഇല്ല, ലാഗ് പോയി. ഓക്കെ, മാക്സിനോട് എത്തിയിട്ട് മച്ചാനെ എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. സുഖല്ലേ? ആടെ സുഖം തന്നെ. എന്താ ഈ വന്നത്? വണ്ടി വന്നാൽ ചെളി പിടിച്ചിരിക്കാണല്ലോ. കഴുകി തന്നോ? ഞാൻ വേണമെങ്കിൽ കഴുകി തരാം. അല്ലല്ല, കഴുകിത്തരാന്നല്ല, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? അതെന്ത് തരം സർപ്രൈസാടാ? അതൊക്കെ ഉണ്ട്. നീ പക്ഷേ എൻ്റെ കൂടെ വണ്ടി എടുത്ത് വരണം. ഓക്കെ, നീ എൻ്റെ കൂടെ ബാക്കിൽ വന്നോളണം കേട്ടോ.
ഓക്കെ ഗൈസ്, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് അവനൊരു വണ്ടി വീണ്ടും മഞ്ഞ് പിടിച്ച്. അവനൊരു കാറിലാണ് വന്നേക്കണേ. റൂഫ് ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവനും ഒരു ചെറിയ സ്പാനർ ഐറ്റംസൊക്കെ വെക്കാനുള്ള സ്ഥലം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എടാ മാക്സേ, നിനക്കിഷ്ടമായോ? ഇതാണ് നിൻ്റെ സർപ്രൈസ്. ഇനി മുതൽ ഇതാണ് നിൻ്റെ വർക്ക്ഷോപ്പ്, നിൻ്റെ സ്വന്തം വർക്ക്ഷോപ്പ്. എടാ ജോക്കറെ, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റണടാ. നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നോ? എടാ, ഞാൻ നിനക്ക് ആകെപ്പാട് 1000 രൂപയും പിന്നെ നിനക്ക് കാറ് ഞാൻ ശരിയാക്കി തരുക ചെയ്ത്. അതിനുവേണ്ടി നീ ഇത്രയും വില പിടിച്ച ഐറ്റംസൊക്കെ, അതൊക്കെ കുഴപ്പമില്ല. എടാ, ഞാൻ എങ്ങനെയാ ഇരിക്കുക ഇവിടെ? ഇവിടെ മൊത്തം മഞ്ഞ് വീഴാണല്ലോ. എടാ അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം. എന്തായാലും നിൻ്റെ ആദ്യത്തെ കസ്റ്റമർ ഞാനാ. എൻ്റെ ബെൻസ് നീ സെറ്റാക്കി വെക്കണം കേട്ടോ. ഞാൻ വണ്ടി വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ അവൻ്റെ അടുത്ത് ബെൻസും കാര്യം സെറ്റാക്കി വെക്കാൻ വന്നുണ്ട്. ആദ്യത്തെ കസ്റ്റമർ അവനോട് ഞാൻ പറഞ്ഞ റേസിംഗ് മോഡൽ സെറ്റാക്കി വെക്കാനാണ്. അടുത്ത വീഡിയോയിൽ അവൻ എന്താ ചെയ്യണമെന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റേ ബെൻസിൻ്റെ കാര്യം കൂടി നോക്കണമായിരിക്കും. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിവിടെ ചെങ്ങായി അവിടെ ഇടിച്ച് കഴിച്ചൊരു വണ്ടി. ഓക്കെ ഇടയ്ക്ക് സൂപ്പർ കുറേ നേരം ഇവിടെ വട്ടം കറങ്ങണം. ആൾക്ക് ഭ്രാന്തായി തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടം വരെ ഇല്ലു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും അടുത്ത വീഡിയോ നാളെ വരുന്നേക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.